UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. 550 പിന്നിടുന്ന പ്രവാസ ലോകത്തിന്റെ തിരിഞ്ഞുനോട്ടവുമായി കഴിഞ്ഞ 2 ആഴ്ചകളായി ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്. പെയ്ഡ് ജേർണലിസത്തിന്റെ ഇക്കാലത്ത് കഴിഞ്ഞ 10 വർഷം പ്രവാസ ലോകം എന്തു ചെയ്യുകയായിരുന്നു എന്ന സ്വയം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു ഞങ്ങൾ. ഇനിയും മുന്നോട്ടുള്ള ചുവടുവയ്പ്പിന് ഒരു തിരിഞ്ഞുനോട്ടം അത്യാവശ്യമായിരുന്നുവെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു എപ്പിസോഡ് കൂടി പ്രവാസ ലോകത്തിന്റെ പ്രേക്ഷകർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തൊരിടത്തും തൊഴിൽ പരിരക്ഷയിലോ തൊഴിൽ നിയമങ്ങളിലോ ഉൾപ്പെടാത്തവരാണ് വീട്ടുജോലിക്കാർ. വീട്ടുജോലി ഒരു തൊഴിൽ, ഒരു ജോലിയല്ല എന്നാണ് മുതലാളി വർഗത്തിന്റെ നിലപാട്. നമ്മുടെ സ്ത്രീകളിൽ ഒട്ടുമിക്കവരും വിദേശത്തേക്ക് പോകുന്നത് വീട്ടുജോലിക്കായാണ്. ഈ മനുഷ്യർക്ക് വേണ്ടി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം പ്രവാസ ലോകത്തിന്റെ പല എപ്പിസോഡുകളും നീക്കിവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നമ്മുടെ തൊഴിൽ സംഘടനകളോ സ്ത്രീ സംഘടനകളോ രാഷ്ട്രീയക്കാരോ ഒരിക്കലും ശബ്ദമുയർത്താത്ത ഇക്കാലത്ത് ഇരുളടഞ്ഞ മുറികളിൽ ഇരന്നു കിട്ടിയ വിശ്രമവേളകളിൽ കണ്ണീരുകൊണ്ട് കടലതീർത്ത ഗദ്ദാമമാർക്ക് വേണ്ടി ആദ്യമായി ശബ്ദിച്ചത് പ്രവാസ ലോകമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കഥയല്ല അത്. ഗദ്ദാമമാർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗദ്ദാമമാരുടെ കഥയുടെ തുടർച്ചയാണ് സമീറയുടെയും കഥ എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ജയിലിലുള്ള സഹോദരന്മാർ എവിടെയാണ് സമീറയെ താമസിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രവാസ ലോകം പ്രേക്ഷകര്, പ്രവർത്തകര് സമീറയുടെ വിടുതൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അവരെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടണമെന്നാണ് എനിക്ക് പറയുന്നത്. ഈ കുടുംബത്തെ വളരെ സമാധാനത്തോടു കൂടി ഞാൻ പറഞ്ഞയക്കാണ്. സമീറ വിഷമിക്കരുത്. ഇത്തരത്തിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് പലപ്പോഴും സഹായമായിട്ട് ഞങ്ങൾ നിന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് മലയാളി സംഘടനകളുണ്ട്. നമ്മളുടെ സഹോദരിയുടെ അഭ്യർത്ഥന എല്ലാവരും മാനിക്കണം. അവർ വിളിച്ച് അവരുടെ ജീവിതം തന്നെ ദുരിതത്തിലാണ്, വീട്ടുതലങ്ങളിലാണ് എന്ന നിലയിലാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രവാസ ലോകം പ്രവർത്തകരും അതുപോലെ ഷിഹാബിനെ പോലുള്ള ആളുകളും ഒക്കെ തന്നെ വളരെ വേഗത്തിൽ സമീറാനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 2000 വർഷം ഓഗസ്റ്റ് 24 തുടങ്ങി വെച്ച പ്രവാസ ലോകത്തിന്റെ അരമണിക്കൂർ നിസ്സഹായരായ വീട്ടുജോലിക്കാരുടെ വേദനകൾക്കായി നീക്കിവെച്ചു. 100 കണക്കിന് ഗദ്ദാമമാരാണ് ഈ ദശാബ്ദക്കാലത്ത് പ്രവാസ ലോകത്തിന്റെ അരങ്ങിൽ തെളിഞ്ഞു വന്നത്. കൈരളിയുടെ ഈ നാലതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് വേദനിക്കുന്ന വീട്ടുജോലിക്കാർക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തി. ഒരിക്കലും ജീവനോട് വന്നെത്തുന്ന ഞാൻ വിചാരിച്ചില്ല. ഈ പ്രോഗ്രാം വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ആക്കി വയ്ക്കുക. ഈ നോഹയുടെ കാലത്ത് നോഹയാണ് നല്ല മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ കാലഘട്ടത്തില് ദൈവം ആക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ഈ കൈരളി ചാനൽ. കാരണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ജീവനോടെ വരില്ലായിരുന്നു. 2 മാസം കൊണ്ട് ഞാൻ അവിടെ നിന്നെങ്കിൽ ഞാൻ മരിച്ചു പോകാണ്ടായിരുന്നു. വർഷങ്ങളായി അറബിയുടെ അടുക്കള കാത്തവർക്കും രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അടുപ്പ് പുകച്ചു കിട്ടിയ ജീവിതം കൊണ്ട് അവർ നേടിയത് പുതിയ തലമുറക്ക് സമ്മാനിച്ചതും വീട്ടുജോലിയായിരുന്നു. പ്രവാസ ലോകത്തിന്റെ 16ാമത് എപ്പിസോഡിൽ ബേപ്പൂർ കടപ്പുറത്ത് നിന്ന് പകർത്തിയ ഈ കഥ ശ്രദ്ധിക്കൂ. അറിവിന്റെ വീട്ടില് 4 കൊല്ലം ഞാൻ നിന്ന പണി. അന്ന് 100 ഉറുപ്പ്യാണ് ശമ്പളം. അവിടുത്തെ 100 ഉറുപ്പ്യ ഇവിടുത്തെ 200 ഉറുപ്പ്യ ഉണ്ടാവും. അങ്ങനെ 4 കൊല്ലം പണിയെടുത്തിട്ട് 2 കൊല്ലത്തെ പൈസ അയാൾ തന്ന് ബാക്കി പൈസ അയാൾ എടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അതിപ്പം കൊല്ലം കുറേയായി. 100 ഉറുപ്പ്യ ശമ്പളമുള്ളപ്പം പോയതല്ലേ, കൊല്ലം കുറേയായി. പിന്നെ മക്കള് പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോകുന്നത്. 5-6 കൊല്ലം നിൽക്കും, കൊടുക്കാണ്ട് ഇത്തരത്തിൽ വരും. ഇതാണ് അറിവ്. തിരിച്ചെത്താൻ വിധിക്കപ്പെട്ടത് പെട്ടിയിലായിരുന്നു. മരുഭൂമിയിലകപ്പെട്ട ആടുജീവിതങ്ങൾ പോലെ പെട്ടിയിലായി തിരിച്ചെത്തുന്ന റാബിയമാരുടെ കഥ 39ാമത് എപ്പിസോഡിന്റെ പ്രമേയം അതായിരുന്നു. കുടുംബത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി മണലാരണ്യങ്ങളിൽ സമ്പത്ത് തേടിപ്പോയവരുടെ പട്ടികയിലെ രക്തസാക്ഷിയാണ് ഈ വാഹനത്തിലുള്ളത്. ഇടുക്കി തട്ടപ്പനയിലെ ഇടത്തറമുക്കിലുള്ള കബീറിന്റെ ഭാര്യ റാബിയ. 15 ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ ബഹ്റിനിലെ ജോലിക്ക് നിന്ന വീട്ടിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി
ആത്മാഹുതി ചെയ്തു. കബീറിനെയും 14 വയസ്സുകാരി മകളെയും തേടി ഇനി കടല് കടന്നു വരുന്ന ഡ്രാഫ്റ്റുകൾ ഉണ്ടാവില്ല. വീട്ടുജോലിക്ക് നിൽക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ ദുരന്ത ചിത്രമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. മലയാളത്തിന്റെ വയറു നിറക്കാൻ അക്കരയ്ക്ക് കിടക്കുന്ന ആരെങ്കിലും ഇതോർത്തെങ്കിൽ. 8 വർഷത്തെ അധ്വാനം, ഒരൊറ്റ രൂപ പോലും ശമ്പളം ലഭിച്ചില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവൾ അന്യന്റെ പാത്രം മോറാനും ബാക്കി വന്ന ഭക്ഷണം കഴിക്കാനുമായി കടല് കടന്നത്? മസ്കറ്റിൽ നിന്നും പകർത്തിയ ഒരു ദുരന്ത ചിത്രമിതാ. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു 1 മാസം കഴിഞ്ഞ് അടുത്ത മാസത്തേക്ക് പോകാം, ബുദ്ധിമുട്ടിലൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി അടുത്ത മാസം എന്ന് പറയാൻ പൈസ ഉണ്ടാക്കില്ല. അതിന്റെ പേര് ഞാൻ ഇവിടെ നിന്നു. ഞാൻ പറഞ്ഞു വെളിയിലെ ജോലി ചെയ്യാനായിട്ട് എന്തായാലും ഒരു കാര്യം നോക്കണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വെളിയിൽ ഇറങ്ങി ജോലി ചെയ്യണ്ട, ഈ വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ മതി, ഞാൻ പൈസ കംപ്ലീറ്റ് ആയിട്ട് തരുമെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ നിന്നാണ്. പീഡനം സഹിക്കവയ്യാതായപ്പോൾ 2ാം നിലയിൽ നിന്നും ചാടി. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ മോചനം. ഒടുവിൽ മോചനം കിട്ടിയതോ ഊന്നുവടിയുടെ സഹായത്താൽ. എല്ലാ രക്ഷാമാർഗങ്ങളും ഈ യുവതിക്ക് മുമ്പിൽ അടച്ചത് ആരാണ്? ഇടിച്ച് തറയിൽ കമത്തിയിട്ട് എന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് എന്നെ തല പിടിച്ചും താഴത്തിട്ട് ഇടിച്ച അന്ന് പറ്റിയതാണ് ഈ പാടെല്ലാം. ഇവിടെ ഒരു പാടല്ല. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വെച്ചേക്കില്ല, നിന്നെ ഞാൻ കൊന്നുകളയെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പേടിപ്പിച്ച് ഇയാളുടെ റൂമിലേക്ക് ഇയാൾ കയറിപ്പോയി. കയറി പോയപ്പോഴത്തേന് എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എന്റെ മോളെ കാണണം എന്നുള്ള ചിന്ത മാത്രമല്ലായിരുന്നു. എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിൽ ഞാനൊരു സാരി എടുത്തിട്ടുണ്ട്. ആ സാരി ഞാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ജനലുണ്ടായി സ്റ്റോർ റൂമിന്റെ. ആ ജനലിൽ കെട്ടി, അവിടെ ഒരു കമ്പി ഉണ്ടായി, ആ കമ്പിയിൽ കെട്ടി താഴത്തേക്ക് പിടിച്ച് താഴത്തേക്ക് കുനിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പകലന്തിയോളം പണിയെടുക്കണം. നാമമാത്രമായ വിശ്രമവേളകളിൽ അറബി മക്കളുടെ പീഡന ശ്രമം. മനസ്സും ശരീരവും തളർത്തിയ വേദന മാത്രമാണ് ഒടുവിൽ പ്രതിഫലം ലഭിച്ചത്. 3 മാസം അറബിയുടെ വീട്ടിൽ ജോലി ചെയ്താണൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. നിൽക്കാൻ പറ്റില്ല. 10 വയസ്സുള്ള പിള്ളേരൊക്കെ അടിച്ചാൽ എങ്ങനെ എത്ര വെച്ചാലും നിൽക്കാൻ പറ്റും? ഒരു കണക്കിന് നിൽക്കാൻ പറ്റില്ല അതിനെ. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയേ, ചാടാനും ഇടാനൊന്നും പോയില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കയറ്റിവിടാം. ജീവിതത്തിനും മരണത്തിനും ഇടക്കുള്ള നൂൽപ്പാലത്തിലൂടെ ഒരു യാത്ര ജീവിക്കാൻ വേണ്ടി തുടങ്ങിവെച്ചതായിരുന്നു. പടുകിടവനായ അറബിയുടെ പീഡന ശ്രമം സഹിക്കവയ്യാതായപ്പോൾ ഇരുവരും മരണത്തെ പുൽകാനൊരുങ്ങി. ഒടുവിൽ ആരുടെയോ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ട കഥ പ്രവാസ ലോകത്തിന് കഥയായി. രാത്രി മുഴുവനും എനിക്ക് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ രാവിലെ ഞാനിവിടുത്തെ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ളൊരു പീഡനം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഞാനതുകൊണ്ട് മരിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇവളറിഞ്ഞ് ഇത്താത്ത മരിക്കണമെങ്കിൽ ഞാനും മരിക്കുന്നു. ഇവള് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നേരത്തെ ഞാനങ്ങ് ഗുളിയെടുത്ത് കഴിച്ചു. എന്താന്നറിയില്ല, അവിടെ ഫസ്റ്റ് ഞാനാ കഴിച്ചു. ഇവള് പറഞ്ഞ് ഇത്താത്തയെ മരിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് പിള്ളേർക്ക് എന്ത് പറയാനാണ്, ഞാൻ മരിക്കാൻ പോകണം എന്ന് പറഞ്ഞ് ഇവള് മരിച്ചു. സീരിയസ് ആണെന്ന് ഓർക്കില്ല, പക്ഷെ ഒത്തിരി സീരിയസ് ആയിപ്പോയി. സ്ത്രീയായി പിറന്നതുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവൾ. അവളുടെ കഥ ഗൾഫിൽ നിന്ന് മാത്രമല്ല, സിംഗപ്പൂരിൽ നിന്ന് വരെ പ്രവാസ ലോകത്തിന് കേൾക്കേണ്ടി വന്നു. എല്ലായ്പ്പോഴും എവിടെയും എപ്പോഴും നാം കേട്ട അതേ വാക്കുകൾ. അതിനുശേഷം ആണ് ഇയാള് നമ്മളെ ഉപദ്രവിക്കാനുള്ള. ആദ്യം സ്നേഹത്തിൽ നോക്കി, പിന്നെ കാശ് വെച്ച് നോക്കി. എന്തെന്ന് വെച്ചാൽ അവര് വൈഫ് സെപ്പറേറ്റ് റൂം, ഹസ്ബൻഡ് സെപ്പറേറ്റ് റൂം കിടക്കും. അതിന്റെ അടുത്ത റൂമിലാണ് ഞാൻ കിടക്കുന്നത്. ലോക്ക് ചെയ്യാൻ പാടില്ല, റൂം ലോക്കില്ല, ഇതായിട്ടിരിക്കുന്നു. പിന്നെ ആദ്യം അതില് സ്നേഹത്തിൽ അടുക്കാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയുള്ള ഇതല്ല, എനിക്ക് ഹസ്ബൻഡ് 2 കുട്ടികളും ഉണ്ട്, എന്റെ ഹസ്ബൻഡ് എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ വിട്ടത്, അത് എന്നെ തെറ്റായിട്ട് എടുക്കലെന്ന്. പിന്നെ അവിടെ കാശ് വെച്ച് ഒരു ദിവസം നൈറ്റ് 1 മണിയായി, ഞാൻ കിടക്കുന്ന എന്നെ വന്ന് കഥയിൽ തട്ടി വിളിച്ചിട്ട് വന്നിട്ട് ഇവിടത്തെ $5,000 എടുത്ത് തന്നിട്ട് പറയാം 1 മണി എപ്പോഴും ഇത് എന്നെ എടുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിന്, എടുത്ത് വെച്ചിരുന്നോ? ഞാൻ കാര്യം പറയാ, ഇത് നിന്റെ ശമ്പളം 2 വർഷം ശമ്പളം 1 ദിവസം കൊണ്ട് ഞാൻ തരാം. അതിൽ പറഞ്ഞ മീനിങ്സ് മേഡത്തിന് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് അത് എന്നെ കിട്ടത്തില്ല, കിട്ടുന്ന പെൺപിള്ളേരെ കാണും, പക്ഷെ എന്നെ അതുമാതിരി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഭാഷയുടെ അതിരുകളോ വർണ്ണമോ ഏശാത്ത പീഡനത്തിന്റെ കാലം.
അടുക്കളപ്പണിക്കിടെ സ്ഫോടനത്തിൽ കാലുതകർന്ന ആന്ധ്ര സ്വദേശിക്ക് సహాయమాయതും ప్రవాస లోకത്തിന്റെ కువైట్ల ప్రవర్తకరాണ്. ఇది కాలు అక్కడే పోయింది నాకు. అది ఎప్పుడైతే పేలిపోయిందో అది బాంబు అక్కడే పోయింది. ఇది కాలు అంత ముద్దయిపోయింది, ఏమేమి లేకుండా. మన ప్రార్థన చేసుకోవడానికి మొదలు పెట్టాను నేను. ఇంకా బాధ అయిపోయింది కదా. వాడు పోయేటోడు వచ్చి హాస్పిటల్లో వాళ్ళకి ఫోన్ చేస్తే హాస్పిటల్లో డాక్టర్ పోలీసులతో కూడా వచ్చారు. తర్వాత ഹാസ്പിറ്റലിലേക്ക് മുമ്പാർക്ക് ഹാസ്പിറ്റലിലേക്ക് తీసుకువెళ్ళారు. അక్కడ ആന്ധ്രയിലെ കടപ്പ് ജില്ലക്കാരിയായ ജയമ പോളിക്ക് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന വീട്ടിൽ വെച്ചുണ്ടായ ബോംബ് സ്ഫോടനത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. ശരീരമാസകലം പൊള്ളലേറ്റ നിലയിൽ ജയമയെ അൽസബ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് കുവൈറ്റ് പോലീസ് അന്വേഷണം നടത്തുന്നതിനാൽ ആദ്യകാലങ്ങളിൽ ജയമയെ ആശുപത്രിയിൽ മറ്റുള്ളവർക്ക് സന്ദർശിക്കാൻ പോലുമായിരുന്നില്ല. സ്ഫോടനത്തിൽ ഒരു കാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടതായി വന്നു. സ്പോൺസറുടെ ക്രൂരപീഡനത്തിനും അക്രമത്തിനുമിരയായി മടങ്ങി വരേണ്ടി വന്ന മറ്റൊരാൾ കൂടി. കേട്ട അതേ തിരക്കഥ വീണ്ടും നമുക്ക് മുമ്പിൽ